ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളം ബിഗ് ബോസിൻ്റെ ഫാൻസിന് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ദിനമായിരിക്കും ഇന്ന്. കാരണം ഇന്ന് ആദ്യമായിട്ട് ബിഗ് ബോസ് സീസൺ 7 പ്രൊമോ ഏഷ്യനെറ്റ് ചാനലിൽ വന്നിരിക്കുകയാണ്. എല്ലാവരും ഒരുപാട് ദിവസങ്ങളായിട്ട്, അതായത് സീസൺ 6 കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വെയിറ്റിംഗ് ആണ് എന്നാണ് ബിഗ് ബോസ് സീസൺ 7 സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ബിഗ് ബോസ് സീസൺ 6 ഒക്കെ ഏകദേശം ഒരു മാർച്ച് 6 ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ സീസൺ 7 ഒരുപാട് ഡിലേ ആയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം സീസൺ 6 കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വിവാദങ്ങളുണ്ടായി. സിബിനൊക്കെ ഒരുപാട് വിവാദങ്ങളിലൊക്കെ പെട്ട് അങ്ങനെ ഏഷ്യനെറ്റിലെ കുറച്ച് ക്രൂ മെമ്പേഴ്സിനൊക്കെ ഇതിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ ഒരു പിന്മാറ്റം, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സീസൺ 7 തുടങ്ങുന്നതിന് ഒരു ഡിലേ വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ബിഗ് ബോസിൻ്റെ ഫാൻസിന് എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. ബിഗ് ബോസ് സീസൺ 7 ഇല്ല എന്ന് വരെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ അത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രൊമോ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 പ്രൊമോ നമുക്കൊന്ന് കണ്ടിട്ട് തിരികെ വരാം. ബിഗ് ബോസ് സീസൺ 7 ആ പ്രൊമോയിലാണ് നമ്മൾ ആദ്യമായിട്ട് സീസൺ 7 ലോഗോ എങ്ങനെയാണെന്ന് അറിയുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സീസൺ 4 ലോഗോ ആണ് കേട്ടോ. അത് അടിപൊളി ലോഗോ ആയിരുന്നു. പിന്നെ സീസൺ 6 കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സീസൺ 7 അത്ര അട്രാക്റ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര അട്രാക്റ്റീവ് ഒന്നുമല്ല. എന്തെങ്കിലും നിഗൂഢത ഉണ്ടോ, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും എന്താണ് ഈ സീസണിൻ്റെ തീം എന്താണ് എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ലോഗോ ആണ് കാണുന്നത്. രണ്ട് ഭാഗത്തായിട്ട് 7 എന്ന് ഒരു ഭാഗത്ത് തല തിരിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അത്ര മാത്രമേ ഇതിൽ നിന്ന് മനസ്സിലാകുന്നുള്ളൂ, വേറെ ഒന്നും മനസ്സിലാകുന്നില്ല. ഓരോ സീസൺ ഓരോ തീമായിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ സീസൺ 7 എന്താണ് ആ തീമെന്ന് നമുക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും പോകെ ഇത് കാണുമായിരിക്കും. കുറേശ്ശെ അവരിനിപ്പോൾ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് ഇടാൻ തുടങ്ങും. ഇനി സീസൺ 7 എന്നാണ് ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. സീസൺ 7 ഓഗസ്റ്റിൽ, പറഞ്ഞ പോലെ തന്നെ ഓഗസ്റ്റ് 3 ആരംഭിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി നമുക്ക് വരാൻ ഒരുപാട് ചാൻസ് ഉള്ള കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ നമ്പർ 1 ആയിട്ട് വരുന്ന ഒരാളാണ് അനുമോൾ. അനുമോളിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് TV ഷോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതുപോലെ സീരിയലിലൊക്കെ ഉണ്ട്, ഇപ്പോൾ സിനിമയിലൊക്കെ 1-2 സിനിമയിലൊക്കെ ഉണ്ട്. ഒരുപാട് നാളത്തെ ആൾക്കാരുടെ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ഉള്ള ഒരു പേരാണ് അനുമോളുടേത്. കോമഡി സ്റ്റാർസിലൊക്കെ ഒരുപാട് പ്രശസ്തയാണ്, ഒരുപാട് ആൾക്കാർ ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റൻ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇവർ വന്നിട്ട് പ്ലേ ചെയ്യുന്നത്. ഇനി പ്രിഡിക്ഷൻ ലിസ്റ്റിൽ നമ്പർ 2 ആയിട്ട് വരുന്നതാണ് ജാസിലിനെ അറിയാത്തവരായിട്ട് ആരുമില്ല. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ടിക്ടോക്കുള്ള സമയത്തൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. സീരിയൽ താരോ അങ്ങനെയൊന്നുമല്ല, യൂട്യൂബറാണ്. അങ്ങനെയാണ് എല്ലാവർക്കും അറിയാവുന്നത്. ജാസിൽ ഒരുപാട് വിവാദങ്ങൾക്ക് എന്നും ഇരയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജാസിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ജാസിൻ്റെ എല്ലാ സീസണിലും എനിക്ക് തോന്നുന്നു ഈ അടുത്ത 2-3 സീസണിലൊക്കെ ജാസി വരുമെന്ന് പ്രതീക്ഷിച്ച് ഒരുപാട് ആൾക്കാർ ഇരുന്നിട്ട്. എനിക്ക് തോന്നുന്നു ജാസി ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ ജാസിക്ക് നല്ലപോലെ പ്ലേ ചെയ്യാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ 3-മതായിട്ട് വരുന്ന ഒരാളാണ് രേണുസുതി. ഇപ്പം ഏറ്റവും വൈറൽ താരം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും രേണുസുതിയാണ്. എവിടെ നോക്കിയാലും രേണുസുതിയുടെ വീഡിയോ, ഷോർട്ട് ഫിലിം, അവർ അഭിനയിച്ച ആൽബം ഒക്കെയാണ് നമ്മൾ മലയാളീസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ അനുകൂലിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരെ പ്രതികൂലമായിട്ട് അവർക്കെതിരെ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു വിധവയായതുകൊണ്ട് അവരിങ്ങനെയൊക്കെ ചെയ്യാൻ പാടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ വിധവ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കണോ, അവർ പുറത്തോട്ട് വരണം, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു താരം ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വോട്ടുകൾ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇനി പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ 4-മത് ആള് ആദിത്യ ജയൻ, അതുപോലെ അദ്ദേഹത്തിന് ജൂനിയർ ജയൻ എന്നൊക്കെ അറിയപ്പെടും. നടൻ ജയൻ്റെ ഒരു കുടുംബാംഗമാണ്. അദ്ദേഹം സിനിമയിൽ നിന്നാണ് കരിയർ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരുപാട് സീരിയൽ അഭിനയിച്ചു. കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ വിവാദം വന്നത് അമ്പിളി ദേവി എന്ന് പറഞ്ഞുള്ള ഒരു സീരിയൽ താരത്തിനെ വിവാഹം കഴിച്ചതിന് ശേഷമാണ്. പക്ഷേ ഒരുപാട് വിവാദത്തിലായിരുന്നു ഇദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹമുണ്ട് തവണത്തെ ബിഗ് ബോസിൽ. ഇനി പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ 5-മത്തെ വ്യക്തി ആരാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ജിഷിൻ മോഹൻ അറിയാത്തവരുടെ ആരും ഉണ്ടാവില്ല. സീരിയൽ താരമാണ്. വരദയാണ് ഭാര്യയായിരുന്നത്. അവരുടെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിവാദത്തിലായിരുന്നു.
പക്ഷേ അവർ ഇൻ്റർവ്യൂവിലൊന്നും വന്നിട്ട് പരസ്പരം ചെളി വാരി എറിഞ്ഞില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്ലസ് എന്ന് പറയുന്നത്. എങ്കിലും എല്ലാ സീസണിലും ജിഷിൻ മോഹൻ്റെ പേര് എല്ലാവരും പറയാറുണ്ട്. അങ്ങനെ ഈ ഒരു സീസണിൽ ജിഷിൻ മോഹൻ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. നമ്പർ 6 ബിനീഷ് ബാസ്റ്റ്യൻ. ഇദ്ദേഹത്തെ ഞാൻ കണ്ടിരിക്കുന്നത് കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയിലാണ്. സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ റോളുകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. വിവാദമായത് ഏതൊരു കോളേജ് ഫംഗ്ഷന് പോയപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ലേറ്റസ്റ്റായിട്ട് ഒരു വർഷം മുമ്പൊക്കെ ഒരു വിവാദമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്പർ 7 ആരാണ് നമുക്ക് നോക്കാം. റോഹൻ ലോണ. ഇത് ഒരു അവതാരകനാണ്. വരുന്ന ഗസ്റ്റുകളെയൊക്കെ ഒരുപാട് ചടുലമായ ചോദ്യങ്ങൾ കൊണ്ട് മുട്ടുകുത്തിക്കുന്ന ഒരു അവതാരകനാണ്. അന്നേ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. ഒരു ബിഗ് ബോസിന് പറ്റിയ ഒരു വ്യക്തിയാണെന്നുള്ളത്, ഒരു കണ്ടസ്റ്റൻ്റ് ആവാനായിട്ട് ഒരുപാട് കാലിബറുള്ള ഒരു വ്യക്തിയാണെന്ന് ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ പരിപാടി കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു രാജാവാനായിട്ട് ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ ഇയാൾക്ക് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്പർ 8 അതാരായിരിക്കും? രേഖ രതീഷ്. ഒരു സീരിയൽ താരമാണ്. ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റിൽ എപ്പോഴും കാണുന്ന ഒരു പേരാണ്. ഇത്തവണത്തെ ബിഗ് ബോസിൽ ഇവരുണ്ടാവുമെന്നാണ് ഉറപ്പായിട്ടും കിട്ടുന്ന അറിവുകൾ. ഒരു പുതിയ സീരിയലൊന്നും തന്നെ കമ്മിറ്റ് ചെയ്ത് കാണുന്നില്ല. മിക്കവാറും ബിഗ് ബോസിൽ വരാനായിട്ട് ചാൻസ് ഇവർക്ക് കൂടുതലാണ്. നമ്പർ 9 മായ വിശ്വനാഥ്. ഒരു ആക്ട്രസ്സാണ്. ഒരുപാട് സീരിയലൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഏകദേശം ഒരു കൺഫേം പേര് തന്നെ പറയാം. ഇത് എല്ലാവരും പറയുന്ന ഒരു പേര് തന്നെയാണ് മായ വിശ്വനാഥിൻ്റെ. വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട്, നമുക്ക് പ്രതീക്ഷിക്കാം, വരുന്നത് പ്രതീക്ഷിക്കാം. ഇനി നമ്പർ 10 അവിനാശ്. അവി വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിലെ യൂട്യൂബറാണ്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ആരും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇട്ടിട്ടില്ല. പക്ഷേ ഈ ബിഗ് ബോസിൽ വരണം എന്ന് ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കര ജെന്യുവൻ ഹാർട്ടഡായിട്ടുള്ള ഒരു പേഴ്സണാണ്. അതുകൊണ്ട് ബിഗ് ബോസിൽ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ 10ാമത്തെ ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ അവിനാശിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത്. അവിനാശ് വ്ളോഗ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം വരട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഇത് എൻ്റെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റാണ് കേട്ടോ. ഇത് ഉറപ്പായിട്ടും വരാനായിട്ട് ചാൻസ് ഉള്ള ആൾക്കാരാണ്, വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിവാദങ്ങളുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഒരുപാട് ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെയാണ് എപ്പോഴും ബിഗ് ബോസ് സീസണുകളിലേക്ക് വിളിക്കുന്നത്. പിന്നെ അവർക്ക് ഇഷ്ടമില്ലാതിരിക്കുമ്പോൾ മാത്രമാണ് അതിൽ നിന്ന് വരാതെ അവർ ഒഴിഞ്ഞു പോകുന്നത്. പിന്നെ ഇൻ്റർവ്യൂവിൽ പല കാര്യങ്ങളിലും അവർ അപ്പോൾ ഇതിലൊക്കെ ആണെങ്കിൽ ഫിസിക്കൽ മാത്രമല്ല മെൻ്റലി ഫിറ്റാണോ എന്നൊക്കെയുള്ള ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂവിലൊക്കെ വരും. അപ്പോൾ അതിലൊന്നും അൺഫിറ്റാന്ന് തോന്നുന്നവരൊക്കെ അവർ ചിലപ്പോൾ വൈറലാണെങ്കിൽ പോലും അങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെ ഒഴിവാക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇവരൊക്കെ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഫിറ്റ് ആണെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ഒരു 10 കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ പുറമെ നമുക്കൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാർ, കോമണേഴ്സ് അല്ലാതെ തന്നെ പല മേഖലയിലുള്ള ആൾക്കാർ ഉണ്ടാവും. അത് നമുക്കറിയണമെന്നില്ല. പക്ഷേ ഏഷ്യനെറ്റിൻ്റെ ക്രൂസും അതുപോലെ തന്നെ ക്രൂസ് അതുപോലെ ഇത് പ്രൊഡ്യൂസേഴ്സൊക്കെ ഒരുപാട് നോക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരുപാട് ആൾക്കാർ അവരുടെ വീഡിയോസ് എടുത്ത് അയച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് ആൾക്കാരെയാണല്ലോ കോമണേഴ്സായിട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും കോമണേഴ്സിൻ്റെ വീഡിയോസൊക്കെ അടുത്ത് തന്നെ വരും, ഷൂട്ട് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. ഇത്തവണയെങ്കിലും കുറച്ച് മെയിൽ കണ്ടസ്റ്റൻസ് കോമണേഴ്സായിട്ട് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ലേഡീസിനെ മാത്രമാണ് കോമണേഴ്സായിട്ട് കാണുന്നത്. ഇപ്പോൾ കോമണേഴ്സിന് തുടക്കം കുറിച്ചത് അതിനെ നമുക്കറിയാം ഗോപികയായിരുന്നു. ഗോപികയ്ക്ക് ശേഷം വന്നിട്ടുള്ളത് നിഷാന, അതുപോലെ റസ്മിൻ, അവരെല്ലാവരും കോമണേഴ്സ് ആയിരുന്നു. അതുപോലെ നന്ദനൊക്കെ. ഇതെല്ലാം ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആയിരുന്നു. ഇതല്ലാതെ ഇത്തവണ എന്തായാലും മെയിൽ കണ്ടസ്റ്റൻസ് കോമണേഴ്സ് ആയിട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. കുറച്ചും കൂടെ പവർഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് മെയിൽ കണ്ടസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് പുതിയ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ബിഗ് ബോസ് സീസൺ 7 കുറിച്ചിട്ട്. ഇനിയും ഒരുപാട് അപ്ഡേഷൻസ് വരാനിരിക്കുന്നുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അപ്പോൾ വരാം. എല്ലാവർക്കും ബൈ.